Hi everyone, once again welcome back to Educator Learning. നിങ്ങളുടെ സ്വന്തം RRP ആണ്. എൻട്രൻസ് ഫീൽഡിലുള്ള അല്ലെങ്കിൽ എൻട്രൻസ് ഫീൽഡിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്കൊക്കെ എന്നെ അറിയാവുന്ന ഞാൻ വിശ്വസിക്കുന്നു. കുറെ പേർക്കൊക്കെ എന്നെ അറിയാം. പക്ഷെ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് 10ാം ക്ലാസ് കഴിഞ്ഞ് +1 അഡ്മിഷൻ എടുക്കാൻ പോകുന്ന വിദ്യാർത്ഥികളെ അവരുടെ പേരൻസിനെ ഉദ്ദേശിച്ചിട്ടാണ്. അങ്ങനെയുള്ളവർക്ക് ആർക്കും എന്നെ കൂടുതൽ അറിയാനുള്ള ചാൻസ് ഇല്ല. സോ ഞാൻ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ എന്നെ പറ്റി ഒന്ന് പറയാം. എൻ്റെ പേര് രജീഷ് രാധാകൃഷ്ണൻ എന്നാണ്, ആലപ്പുഴക്കാരനാണ്, ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്. പക്ഷെ ഒരു പാഷൻ കൊണ്ടൊന്നും എഞ്ചിനീയറിംഗിൽ എത്തിപ്പെട്ട ഒരാളൊന്നും അല്ല. പക്ഷെ അത് സ്ട്രഗിൾ ചെയ്ത് അവിടെ എക്സാംസ് ഒക്കെ പാസ്സായി കുഴപ്പമില്ലാത്തൊരു ജോലിയിലൊക്കെ കടന്ന് അങ്ങനെ കഴിഞ്ഞ 10 വർഷക്കാലമേ എൻട്രൻസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫിസിക്സ് അധ്യാപകനാണ്. അപ്പൊ കുട്ടികളുമായിട്ട് കഴിഞ്ഞ 10 വർഷത്തിന് മുകളിലുള്ള അവരോടുള്ള ഇന്ററാക്ഷനും കുട്ടികളുടെയൊക്കെ പല ഫീഡ്ബാക്കുകളും കാര്യങ്ങളും കേട്ടതിൽ നിന്നും നിങ്ങളോട് സംസാരിക്കാൻ തോന്നുന്ന ചില കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ നമ്മുടെ നാട്ടിൽ ഇന്നത്തെ കാലത്ത് കൂടുതൽ കുട്ടികൾ ചൂസ് ചെയ്യുന്ന ഒരു കോഴ്സാണ് സയൻസ് സ്ട്രീം. +1 എത്തുമ്പോൾ അവർ സയൻസ് സ്ട്രീം ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ സയൻസ് സ്ട്രീം ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് അത് ആപ്റ്റ് ആണോ അല്ലയോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പെട്ടെന്ന് ഡിസ്കസ് ചെയ്തു പോകാം. വളരെ പെട്ടെന്ന് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ആദ്യമേ 1-2 കാര്യങ്ങൾ പറയുള്ളട്ടെ. നമ്മുടെ നാട്ടിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, നന്നായി പഠിക്കുന്നവന് സയൻസ്, കുറച്ചുകൂടെ ഉഴപ്പിയാൽ കൊമേഴ്സ്, ഏറ്റവും ഉഴപ്പി മാർക്ക് കുറഞ്ഞവന് ഹ്യൂമാനിറ്റീസ്. ഈ കോൺസെപ്റ്റ് തന്നെ തെറ്റാണ്. അൾട്രാ ഫെയിലുവർ ആണ് ആ സ്ഥാപനം. ഒരിക്കലും അങ്ങനെ ചൂസ് ചെയ്യാൻ പാടില്ല. ഇപ്പം നമ്മൾ 10th വരെ പഠിക്കുമ്പം നമ്മുടെ സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പം ഏറ്റവും നല്ല സ്റ്റുഡന്റ് ആയിട്ട് നമ്മുടെ ടീച്ചേഴ്സ് ഉൾപ്പെടെ ഏറ്റവും നല്ല സ്റ്റുഡന്റ് ആയിട്ട് ആരെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? മാത്സും സയൻസ് സബ്ജക്റ്റുകളും ആരാണോ അടിപൊളിയായിട്ട് പഠിക്കുന്നത് അവരെ നല്ല സ്റ്റുഡന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അത് തെറ്റാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ചിലർക്ക് സയൻസ് ആൻഡ് മാത്സ് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ചിലപ്പോൾ ഹിസ്റ്ററിയോ ജോഗ്രഫി ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് മലയാളമോ ഇംഗ്ലീഷോ ആയിരിക്കും പഠിക്കാൻ ഇഷ്ടം. അത് ഓരോരുത്തരുടെ ഇൻട്രസ്റ്റിനനുസരിച്ചും അവർ വളർന്നു വന്ന സാഹചര്യവും അവരുടെ ടേസ്റ്റും ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പൊ എനിക്ക് പേഴ്സണലി ഞാനൊക്കെ ചെറുപ്പത്തിൽ പഠിക്കാൻ മാത്സ് എന്ന് പറയുന്ന സബ്ജക്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചത്. അപ്പൊ നിങ്ങളുടെ കുട്ടി മാത്സിൽ അടിപൊളിയാവുകയും സയൻസ് സബ്ജക്ട് പഠിക്കാൻ ഇഷ്ടവുമാണെങ്കിൽ അവൻ +1 +2 സയൻസ് എടുക്കട്ടെ, അത് കഴിഞ്ഞ് അവൻ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യട്ടെ. നിങ്ങളുടെ കുട്ടി മാത്സിൽ അത്യാവശ്യം ഓക്കെയാണ്, ബയോളജി പോലെ സബ്ജക്റ്റും പഠിക്കാൻ ഇഷ്ടമാണ്, ഫിസിക്സും സയൻസും ഒക്കെ ഓക്കെയാണ്, അവൻ +1 +2 സയൻസ് എടുക്കട്ടെ, അത് കഴിഞ്ഞ് അവൻ MBBS പോകട്ടെ. നമുക്ക് അങ്ങനെ ചിന്തിക്കാം. പക്ഷെ നിങ്ങളുടെ കുട്ടി മാത്സിൽ ഓക്കെയാണ്, പക്ഷെ സയൻസ് സബ്ജക്ട് പഠിക്കാൻ അവന് വലിയ താല്പര്യമില്ലെങ്കിൽ ഒരു കാരണവശാലും അവനെ കൊണ്ട്, അതായത് ഫിസിക്സ് കെമിസ്ട്രി 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആ സയൻസ് വിഷയങ്ങൾ പഠിക്കാൻ അവന് താല്പര്യം ഇല്ല, പക്ഷെ അവന് മാത്സ് ഇഷ്ടമാണ്, അവൻ ഓപ്റ്റ് ചെയ്യേണ്ടത് കൊമേഴ്സ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അവൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ അവന്റെ ഫേവറേറ്റ് അധ്യാപകൻ സോഷ്യൽ സയൻസ് പഠിപ്പിച്ച സാറോ ഹിസ്റ്ററി ജോഗ്രഫി ഒക്കെ പഠിപ്പിച്ച സാറന്മാരാണ്, അവൻ അങ്ങനത്തെ സബ്ജക്റ്റുകൾ പഠിക്കാനും പാനിപ്പട്ടി യുദ്ധത്തെ പറ്റിയും സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയൊക്കെ പറയാനും സംസാരിക്കാനും അവന് ഈവൻ ന്യൂസ് പേപ്പർ റീഡിംഗ് ഒക്കെ ഉള്ള ഒരു കുട്ടിയാണ്, അവൻ ഹ്യൂമാനിറ്റീസ് എടുക്കട്ടെ. മേ ബി അവൻ നാളെ ലോകം അറിയുന്ന ഒരു ജേർണലിസ്റ്റോ അറിയപ്പെടുന്ന ഒരു ലോയറോ അല്ലെങ്കിൽ ഒരു സിവിൽ സർവന്റ് ഓഫീസറോ ഒക്കെ ആയിട്ട് മാറും. അപ്പൊ അവരുടെ പൊട്ടൻഷ്യൽ അറിഞ്ഞു വേണം നിങ്ങൾ അവർക്കൊരു കോഴ്സ് ചൂസ് ചെയ്യാൻ. നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നമ്പർ ഈ വീഡിയോയുടെ ഒക്കെ താഴെ ഉണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്നാലാവുന്ന ഹെൽപ്പ് ഞങ്ങൾ ചെയ്തു തരാൻ പറ്റുന്നതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 നമ്മളൊരു കരിയർ ചൂസ് ചെയ്യുമ്പോൾ ഈ കരിയർ ആയിരിക്കണം ഓൾമോസ്റ്റ് ഒരു 70% കുട്ടികളുടെയും ഫൈനൽ ട്രാക്ക്. അതായത് ആ കരിയർ കഴിഞ്ഞിട്ട് അവൻ അതുവഴി തന്നെ പോകാൻ ശ്രമിക്കും. ഒരു 30% ആൾക്കാർ വേർതിരിഞ്ഞ് വേറെ വഴിക്കൊക്കെ പോകും ഉണ്ട്. പക്ഷെ ഒരു 70% കുട്ടികളും സയൻസ് എടുത്തവൻ സയൻസ് വഴിയും കൊമേഴ്സ് എടുത്തവൻ ആ വഴിയും ഹ്യൂമാനിറ്റീസ് എടുത്തവൻ ആ വഴിയും പോകാനുള്ള സാധ്യത ഉണ്ട്. പ്രത്യേകിച്ച് ഇനിയും വരുന്ന തലമുറയ്ക്ക് അത് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. കാര്യം ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ, സോഷ്യൽ മീഡിയയിലുള്ള ഇൻഫ്ലുവൻസ്, അതുപോലെ ഒത്തിരി കാര്യങ്ങളും അവരും അറിയുന്നുണ്ട്. കുട്ടികളും നമ്മളെക്കാളും അപ്ഡേറ്റഡ് ആണ്. അപ്പൊ കരിയർ ചൂസ് ചെയ്യുമ്പോൾ അവരുടെ പാഷൻ മനസ്സിലാക്കി അവരോട് ചേർന്ന് നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഒരു കാരണവശാലും നിങ്ങളുടെ മാത്രം സ്വപ്നം അടിച്ച് അവരുടെ തലയിൽ ഏൽപ്പിക്കരുത്. അവർക്ക് സയൻസ് പഠിക്കാൻ കപ്പാസിറ്റി ഉണ്ട്, അവർ സയൻസ് പഠിക്കട്ടെ. അതല്ല അവർക്ക് കൊമേഴ്സ് ആണ് പഠിക്കേണ്ടതെങ്കിൽ കൊമേഴ്സ് പഠിക്കട്ടെ. അതിൽ അവൻ സക്സസ് ആയിക്കോളും. അടിപൊളി CA കാരനൊക്കെ ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ സയൻസുകാരൻ വാങ്ങുന്നതിനേക്കാൾ അടിപൊളി സാലറി വാങ്ങുന്ന CA കാർ നമ്മുടെ നാട്ടിലുണ്ട്, ലോയേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ അതുകൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ നിങ്ങളുടെ മക്കള് ഭാവിയിലെ ഒരു സിവിൽ സർവീസ് ഓഫീസർ ആണെങ്കിലും അവൻ ഹ്യൂമാനിറ്റീസ് പഠിക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. അറിയില്ല. അത് കുട്ടിയുടെ പാഷൻ തിരിച്ചറിഞ്ഞ് അവരെ ഓൾറെഡി പഠിപ്പിച്ച ടീച്ചേഴ്സിനോടും സംസാരിച്ചിട്ട് വേണം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യാൻ. ഇനി നമ്മുടെ നാട്ടിൽ പൊതുവെ കണ്ടുവരുന്ന ട്രെൻഡ് എന്താ, കൂടുതൽ ആൾക്കാരും സയൻസ് ആണ് ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായത്, ഒന്ന്
ഈ സോഷ്യൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ്, നമ്മുടെ നാട്ടുകാരെല്ലാവരും പൊതുവെ പറയുന്നത് സയൻസ് പഠിക്കുന്നവരാണല്ലോ മെടുക്കാൻ. അപ്പൊ ആ ഒരു ഇൻഫ്ലുവൻസ് കുട്ടികളിലേക്ക് നാച്ചുറലി ചിന്തിക്കുക. അവർക്ക് പോലും പേടിയാ, അയ്യോ ഞാൻ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസോ എടുത്താൽ നാട്ടുകാരെല്ലാം പറയത്തില്ല ഞാൻ ഉഴപ്പനാണെന്ന് പറയുമോ എന്നുള്ള പേടിയാണ്. അതുണ്ട്, അതൊരു റീസൺ ആണ്. അതേപോലെ തന്നെ ചിലർക്ക് പേഴ്സണലി അവർക്ക് ഇഷ്ടമാണ് സയൻസ് പഠിക്കണം എന്ന് അതിയായ ആഗ്രഹം കാണും. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ചിലര് പിന്നെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്നുണ്ട്, സയൻസിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ ഉണ്ട് എന്നൊക്കെയുള്ള ചിന്തയുണ്ട്. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ നമുക്ക് പറയാനുണ്ട്. അതുപോലെ പേഴ്സീവ്ഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് കൊണ്ട് എടുക്കുന്നുണ്ട്. അതുപോലെ എന്താ പേരന്റൽ ആൻഡ് സോഷ്യൽ ഇൻഫ്ലുവൻസ്. കാര്യം പേരൻസ് നിർബന്ധിക്കും, ചേട്ടൻ സയൻസാ നീയും സയൻസ് മതി, ചേട്ടൻ ഡോക്ടറാ നീ മിനിമം എഞ്ചിനീയറിംഗിൽ ആവണം, അല്ല നിനക്ക് പെണ്ണ് കിട്ടുമോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ എല്ലാ പേരന്റും ചോദിക്കുന്നതല്ല. പക്ഷെ അങ്ങനെ പേരൻസ് മാത്രം ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഒരു കുട്ടി ആ ബ്രാഞ്ച് എടുക്കേണ്ടി അല്ലെങ്കിൽ ആ സ്ട്രീമിലേക്ക് പോകേണ്ടി വരരുത്. കുട്ടിയുടെ പാഷനോടെ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം, കഴിഞ്ഞ ദിവസം എന്നെ ഒരു കുട്ടി വിളിച്ചിട്ട് ചോദിച്ചു, CBSE റിസൾട്ട് വന്നപ്പോൾ ഫുൾ A1 ആണ് CBSE റിസൾട്ട്. കുട്ടിക്ക് ജേർണലിസം പഠിക്കാനാണ് താല്പര്യം, സോ ഹ്യൂമാനിറ്റീസ് എടുക്കാൻ ആഗ്രഹിക്കുന്നു, പേരൻസ് സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്റെ ചാനലിലെ വീഡിയോ കണ്ടിട്ട് എന്നെ വിളിച്ചതാണ്. ഞാൻ പേരന്റുമായിട്ട് സംസാരിച്ചു, അതിന്റെ വരും വരാഴികകളും സാഹചര്യങ്ങളും സാധ്യതകളും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അപ്പൊ ഒരുപാട് കുട്ടികൾ ഈ പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെ ഒന്ന് അഡ്രസ് ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ. അപ്പൊ നിങ്ങൾ കുട്ടിയുടെ പാഷൻ എന്തായാലും മനസ്സിലാക്കിയിട്ട് വേണം അവരെ തയ്യാറെടുപ്പിക്കാൻ. ഉറപ്പായിട്ടും അവർക്ക് വേണ്ട സപ്പോർട്ടും അവർക്ക് വേണ്ട അവരുടെ പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞ് അവരെ നമ്മൾ കൂടെ നിൽക്കുകയാണെങ്കിൽ അവർ സക്സസ് ആവും. അതിനകത്ത് യാതൊരു സംശയം വേണ്ട. അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഗ്യാരണ്ടിയാണ്. പിന്നെ ഒബ്വിയസ്ലി നമ്മുടെ നാട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അക്കാഡമിക് പെർഫോമൻസ്. കാരണം നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന മാത്സ് ആൻഡ് സയൻസിനാണ്. അപ്പൊ കൂടുതൽ പേര് മാത്സ് ആൻഡ് സയൻസ് പഠിക്കും. അപ്പൊ അവർക്ക് അതങ്ങ് ഇഷ്ടമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഒരു നിർബന്ധമില്ല. ഇന്നത്തെ കാലത്ത് ഫുൾ A+ വാങ്ങുന്ന കുട്ടിയോട് മാത്സിന്റെ പല ബേസിക്സും ചോദിച്ചാൽ മൊത്തം അറിയണമെന്ന് നിർബന്ധമില്ല. സയൻസിലെ പല ബേസിക്സും ചോദിച്ചാൽ മൊത്തം അറിയില്ല, കാണാതെ പഠിപ്പിച്ചു കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഫുൾ A+ കിട്ടി, നമ്മൾ വീണ്ടും അവരെ സയൻസ് പഠിപ്പിക്കും. പാടില്ല. അവരുടെ പാഷൻ നിങ്ങൾ തിരിച്ചറിയണം. പിന്നെ ഇൻട്രസ്റ്റ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി അതൊക്കെ ഉള്ളവർക്ക് ഓക്കെയാണ്. പിന്നെ ഇത് ചൂസ് ചെയ്യാനുള്ള മറ്റൊരു കാരണം എന്താ, ഫ്ലെക്സിബിലിറ്റി ഓഫ് സ്ട്രീം. ഈ ഫ്ലെക്സിബിലിറ്റി ഓഫ് സ്ട്രീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹ്യൂമാനിറ്റീസ് എടുത്തവന് പിന്നെ ആ ഡയറക്ഷനിലെ പോകാൻ പറ്റും മെജോറിറ്റി കേസസിൽ. പക്ഷെ +1 +2 സയൻസ് എടുക്കുന്നവന് ഇനി വൺസ് സയൻസ് പഠിച്ച് ബോറടിച്ചു പറ്റുന്നില്ല, അവന് വേണം കൊമേഴ്സിലോട്ട് സ്വിച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ നാട്ടിൽ. സയൻസ് ആണ് പഠിക്കുന്നതെങ്കിൽ അവന് കൊമേഴ്സിലേക്ക് കൊമേഴ്സിന്റെ സാധ്യതകളിലേക്ക് സ്വിച്ച് ചെയ്യാം. കൊമേഴ്സ് ആണ് പഠിക്കുന്നതെങ്കിൽ അവന് ഹ്യൂമാനിറ്റീസിന്റെ സാധ്യതകളിലേക്ക് സ്വിച്ച് ചെയ്യാം. പക്ഷെ അവൻ ഹ്യൂമാനിറ്റീസ് ആണ് പഠിക്കുന്നതെങ്കിൽ അവന് തിരിഞ്ഞ് സയൻസിലേക്കോ കൊമേഴ്സിലേക്കോ എത്താനുള്ള സാധ്യതകൾ നമ്മുടെ നാട്ടിൽ കുറവാണ്. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെതായിട്ടുള്ള സ്പെഷ്യൽ വേറെ കോഴ്സുകളോ കാര്യങ്ങളോ ഒക്കെ ചെയ്യേണ്ടി വരും. പക്ഷെ ഒരു സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ഓപ്പർച്യൂണിറ്റികൾ ഇങ്ങനെ കിടക്കുകയാണ്. അവന് +2 കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗിന് പോകാം. അതേപോലെ അവന് +2 കഴിഞ്ഞിട്ട് MBBS-ന് പോകാം. അവന് +2 കഴിഞ്ഞിട്ട് കൊമേഴ്സ് ചൂസ് ചെയ്തിട്ട് ഒരു CA കാരനാണോ, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാം. അവന് CS പഠിക്കണോ, പറ്റും. അവന് സിവിൽ സർവീസിന് പഠിക്കണോ, പറ്റും. അങ്ങനെ വൈഡ് ഓപ്പർച്യൂണിറ്റി സയൻസുകാരന് കിടപ്പുണ്ട്. അതൊരു വലിയ സത്യമാണ്, അതും ഒരു കാരണമാണ്. പക്ഷെ എന്റെ അഭിപ്രായം, നമ്മൾ ചെറുപ്പത്തിലെ കുട്ടിയുടെ പൊട്ടൻഷ്യൽ ഏറെക്കുറെ തിരിച്ചറിഞ്ഞാൽ അവൻ ആ ആപ്റ്റ് ആവുന്നത് അങ്ങ് ചൂസ് ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നതാണ് നല്ലതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യെസ്. പിന്നെ മറ്റു കുറച്ച് കാരണങ്ങളാണ്. നിങ്ങൾ നോക്കിയേ, അതുപോലെ ഹൈ പേയിങ് സാലറി ഉള്ള ജോലി കിട്ടും സയൻസ് പഠിക്കുമ്പോൾ. റെസ്പെക്റ്റഡ് പൊസിഷൻസിൽ പലരും എത്തുന്നു. എസ്പെഷ്യലി നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ചിന്തിക്കുന്നത് അല്ലെ. ഒരു ഡോക്ടർ റെസ്പെക്റ്റഡ് പേഴ്സൺ ആണ്, ഒരു എഞ്ചിനീയർ റെസ്പെക്റ്റഡ് പേഴ്സൺ ആണ്. നമ്മുടെ ഗവൺമെന്റ് സർവീസിൽ ഇരിക്കുന്ന മെജോറിറ്റി ആൾക്കാരെ എടുത്താൽ അതിൽ നല്ല പൊസിഷനിൽ ഇരിക്കുന്ന അവരൊക്കെ എനിക്ക് തോന്നുന്നു മെജോറിറ്റിയും, അല്ലാതെ മറ്റുള്ളവർ മോശമാണെന്നല്ല, സയൻസ് സ്ട്രീമോ അതുവഴിയോ കയറി വന്നവരാണ്. കാര്യം എന്താ, ഈവൻ ഒരു PSC എക്സാം എടുത്താൽ പോലും നിങ്ങൾക്കറിയാം, ഒരു PSC എക്സാമിന് ചെന്നിരിക്കുമ്പം അതിനകത്ത് മാത്സ് ഉണ്ട്, അതിനകത്ത് സയൻസ് ഉണ്ട്, NCERT ഒക്കെ തന്നെ ചോദിക്കുന്നത്. അപ്പൊ സയൻസ് പഠിച്ചു വന്നവർക്ക് കുറച്ചുകൂടി ഈസി ആക്സസ് ഉണ്ട്. പക്ഷെ അവർക്ക് അതിനോട് ഇഷ്ടമുള്ളവരായതുകൊണ്ടാണ് അവർ സക്സസ് ആയത്, ഇഷ്ടമല്ലാത്തവർ സക്സസ് ആയിട്ടില്ല. അപ്പൊ ഈ കാരണങ്ങളൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഈ സയൻസ് എടുക്കാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സയൻസ് കീപ്സ് ഡോർസ് ഓപ്പൺ ഫോർ ബോത്ത് സയൻസ് ആൻഡ് നോൺ സയൻസ് കരിയർ. ഞാൻ ഓൾറെഡി പറഞ്ഞു, സയൻസ് കരിയർ അല്ലാത്ത ഓപ്ഷനിലേക്കും പോകാനുള്ള ഇത് അവർക്കുണ്ട്, അതും ഒരു കാരണമായി മാറുന്നു. അതേപോലെ നമ്മൾ പൊതുവെ ചിന്തിക്കുന്ന ഒരു സാധനമാണ്, ഞാനിത് പലയിടത്തും കണ്ടിട്ടുള്ള ഒരു സംഭവമാണ്. സയൻസ് എടുത്താൽ അത് സക്സസിന് തുല്യമാണെന്ന് ചിന്തിക്കുന്ന കുറെ ആൾക്കാർ. അങ്ങനെയൊന്നുമില്ല. ഏത് ബ്രാഞ്ച് എടുത്താലും അത് അടിപൊളി തന്നെയാണ്, ഏത് സ്ട്രീം എടുത്താലും അടിപൊളി തന്നെയാണ്. പക്ഷെ അയാൾ അതിൽ പാഷനേറ്റ് ആവണം, അയാൾ കഷ്ടപ്പെടാനുള്ള മനസ്സ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് അവർക്ക് അവരുടെ ലൈഫിൽ സക്സസ് ആകാൻ പറ്റും. അപ്പൊ ഈ കാര്യകാരണങ്ങളൊക്കെ എന്റെ പേരൻസ് ഒന്ന് വായിച്ചു നോക്കുക.
പിന്നെ പേരൻസ് ആയിട്ട് തന്നെ ഭയങ്കര എൻകറേജ് ഒക്കെ കൊടുക്കുന്നുണ്ട്. നല്ല കാര്യം, ശരിയാണ്. എല്ലാ പേരൻസിനും അവരവരുടെ കുട്ടികൾ നന്നായി പഠിക്കണം, രക്ഷപ്പെടണം, അടിപൊളിയാകണം എന്നൊക്കെ തന്നെയാണ് എല്ലാ പേരൻസിനും. അത് തന്നെയാണ് ചിന്ത, ഉറപ്പായിട്ടും. പക്ഷെ സയൻസ് പഠിച്ചാലേ എൻ്റെ കുട്ടി നന്നാവൂ എന്ന നമ്മുടെ ചിന്താഗതി ഒന്ന് മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന സത്യം നമ്മളൊന്ന് മനസ്സിലാക്കുക. പിന്നെ നമ്മുടെ കുട്ടികളുടെ പൊതുവെയുള്ള അക്കാഡമിക് പെർഫോമൻസ്, ഇതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അക്കാഡമിക് പെർഫോമൻസ്, സ്റ്റുഡൻസ് ഹു സ്കോർ വെൽ ഇൻ ക്ലാസ് 10 എസ്പെഷ്യലി ഇൻ മാത്സ് ആൻഡ് സയൻസ്, അവർക്ക് അങ്ങനെയുള്ളവർക്ക് എന്ത് കൊടുക്കാം? ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചൂസ് ചെയ്യാം? മാത്സും സയൻസും അത്യാവശ്യം അടിപൊളിയായിട്ട് പഠിക്കുകയും അവർക്ക് ഉറപ്പായിട്ട് എന്ത് കൊടുക്കാം? നിങ്ങൾക്ക് സയൻസ് ഓപ്റ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ട്, 100% ഉണ്ട്. അങ്ങനെ ഉള്ളവർക്കേ അത് കൊടുക്കാവുള്ളൂ. പക്ഷെ ഓർക്കുക, ഇപ്പൊ നമ്മുടെ സ്റ്റേറ്റ് സിലബസിന്റെ ഒരു പാഠ്യ പദ്ധതിയും ഒരു സിലബസും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ +1 10th വരെയുള്ള സിലബസ് എന്ന് പറഞ്ഞാൽ വലിയ സിലബസ് ഒന്നുമല്ല, ഒരു ആവറേജ്, ഒരു ബിലോ ആവറേജ് സിലബസേ ഉള്ളൂ. പക്ഷെ +1 +2ലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഈ സിലബസ് വാസ്റ്റ് ആണ്. അപ്പൊ 10th വരെ സയൻസ് പഠിച്ചു, നല്ല മാർക്ക് വാങ്ങി, ആ കാരണത്താൽ +1 +2 സയൻസ് അടിപൊളി മാർക്ക് കിട്ടും എന്ന് നമ്മൾ വിശ്വസിക്കരുത്. ഇനിയും നമുക്ക് +1 +2 നല്ല മാർക്ക് കിട്ടിയെന്ന് തന്നെ വിശ്വസിക്കും. ഞാനിത് നെഗറ്റീവായിട്ട് പറയുന്നതല്ല, റിയാലിറ്റി പറയുന്നതാണ്. +1 +2 നല്ല മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക, പക്ഷെ എൻട്രൻസ് കിട്ടും അപ്പോഴും വിചാരിക്കരുത്. ഫുൾ A+ വാങ്ങിയാൽ ഉടനെ എൻട്രൻസ് ഒന്നും കിട്ടില്ല. കാരണം +1 +2 സിലബസിനേക്കാളും ഇൻ ഡെപ്തിൽ കാര്യങ്ങൾ പഠിക്കാനുള്ളതാണ് എൻട്രൻസ്. അപ്പം അവരെ ചെറുപ്പത്തിലേ അങ്ങനെ മോൾഡ് ചെയ്തെടുത്ത് വരാൻ പറ്റിയാൽ നല്ല കാര്യം. അപ്പൊ അത് കുട്ടികളുടെ, നിങ്ങൾ ചോദിക്കുക, വ്യക്തമായി കുട്ടികളോട് ചോദിക്കുക, വ്യക്തമായി അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, സാധ്യതകൾ മനസ്സിലാക്കി കൊടുക്കുക. അതാണ് എൻ്റെ ഹംബിൾ റിക്വസ്റ്റ്. അപ്പൊ അതിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളെ പോലുള്ളവർക്കൊക്കെ പറ്റും, നമുക്ക് പറ്റും. ഇതൊക്കെ കാരണങ്ങളാണ് ഇപ്പം സയൻസ് ചൂസ് ചെയ്യാൻ. സ്റ്റുഡൻസ് ഹു ആർ ജെനുവിൻലി ക്യൂരിയസ് അബൌട്ട് ഹൗ തിങ്സ് വർക്ക്, ഇൻട്രസ്റ്റഡ് ഇൻ ബയോളജി, ഫിസിക്സ്, കമ്പ്യൂട്ടർ, അതൊക്കെ പഠിക്കാൻ ആഗ്രഹമുള്ളവൻ സയൻസ് എടുത്തോട്ടെ. അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരാളെ കൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് സയൻസ് ഓപ്റ്റ് ചെയ്യിക്കരുത്. അതായിരിക്കും, അല്ലെങ്കിൽ അവരുടെ കരിയറിനെ അത് ബാധിക്കും. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സയൻസ് സ്റ്റുഡൻസ് ക്യാൻ ലേറ്റർ സ്വിച്ച് ടു കൊമേഴ്സ്, ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് മാത്രം നിങ്ങൾ സയൻസ് എടുപ്പിക്കരുത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ നിങ്ങളോട് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതൊന്ന് ശ്രദ്ധിക്കുക, സ്റ്റുഡൻസ് ഓഫൺ ഫോളോ വാട്ട് ദെയർ ഫ്രണ്ട്സ് ഓർ ടോപ്പ് പെർഫോമേഴ്സ് ആർ ചൂസിങ് വിത്തൗട്ട് എക്സ്പ്ലോറിംഗ് അതർ ഓപ്ഷൻസ്. ഇതൊരു വലിയ പ്രശ്നമാണ്, വലിയൊരു പ്രശ്നമാണ്. അതായത് പൊതുവെ നമ്മൾ ഇപ്പൊ ഒരു സ്റ്റുഡന്റ് സ്കൂളിൽ പഠിക്കുന്നു, അവന് 10th ക്ലാസ്സിൽ മേ ബി ഫുൾ A+ ഉണ്ടാവാം. അപ്പൊ അവന്റെ സീനിയർ ആയിട്ടൊക്കെ പഠിച്ചു പോയ ആൾക്കാര്, ഇതേ ഫുൾ A+ ഒക്കെ വാങ്ങിപ്പോയ ആൾക്കാര് ഓൾറെഡി സയൻസ് സ്ട്രീം എടുത്തും എൻട്രൻസ് എഴുതിയും ഒരു ട്രാക്ക് റെക്കോർഡ് ഉണ്ടാക്കിയവരായിരിക്കാം. എന്നാൽ ഞാനും ആ വഴിക്ക് പോയേക്കാം. അല്ലെങ്കിൽ നമ്മൾ പേരൻസോ കസിൻസോ ഒക്കെ പറയണം അവരങ്ങനെ ചെയ്തു നിങ്ങളും അങ്ങനെ ചെയ്യും. അത് വേണ്ട, അത് പാടില്ല. അവര് അവരുടെ കരിയർ ഓപ്റ്റ് ചെയ്യട്ടെ, പക്ഷെ ചുമ്മാതെ അവരെ കണ്ണടച്ച് വിടണം എന്നല്ല. ഒബ്വിയസ്ലി അതിൽ റിസർച്ച് നടത്തി പ്രോപ്പറായിട്ട് മനസ്സിലാക്കി അത് ചെയ്തു കൊടുക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പേഴ്സണലി പറയാനുള്ളത്. അപ്പൊ ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനോ മറ്റ് ഹെൽപ്പുകൾക്കോ ഞാനിവിടെ നമ്മുടെ ഓഫീസിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കാരണം കരിയർ ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ഇതാണ്. നമ്മൾ വെറുതെ ഒരു നേരം പോക്കിന് വേണ്ടി അല്ല. നമ്മളൊരു അസുഖം വന്നാൽ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നത് പോലെ നമ്മുടെ നാട്ടില് ഈ ഇപ്പം ഹിന്ദു മാരേജ് ഒക്കെ നടക്കുമ്പം എനിക്കറിഞ്ഞൂടാ, ചിലർ ചെയ്യുന്ന കാണാമല്ലോ, ജാതകം നോക്കുന്നു, വലിയ സംഭവങ്ങൾ, ബഹുലമായ കാര്യങ്ങളൊക്കെ ആണല്ലോ നടക്കുന്നത്. ഇതിനേക്കാളും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ആരോഗ്യമൊക്കെ നമ്മൾ നോക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നല്ലൊരു കരിയർ ഓപ്റ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ അതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഓഫീസിന്റെ വാട്സ്ആപ്പ് നമ്പറാണ്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മൾ അലാവും വിധ ഹെൽപ്പുകൾ ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. സോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന വിശ്വാസത്തോടു കൂടി ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച്.